അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഇത് ഞാൻ വിറകടുപ്പിൽ നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് വരട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതാണ് നമ്മൾ ആദ്യം മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. 1 കിലോഗ്രാം ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുക്കണം. ചെറിയുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ, എന്നാലുള്ളൂ നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഗ്രേവി ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ നമ്മൾ സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോഴേ ഉള്ള ബീഫിന് നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇല്ലി കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉലുവയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം, എന്നാൽ കൂടുതൽ എരിവും ആവില്ല കേട്ടോ. ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു തുള്ളി പോലും ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, കാരണം ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഇത് തിളക്കുന്ന സമയത്ത്. ഇനി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വരും. പിന്നെ കുക്കറിൽ വെക്കുന്ന പോലെയല്ല, അടുപ്പിൽ വെച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ടൈമും വരും കേട്ടോ. ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ ഇതുപോലെ തിളച്ച് വരേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിലും വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ മൺചട്ടി ആകുമ്പോൾ ചൂട് നന്നായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച ബീഫിന് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയിലേക്കോ ചപ്പാത്തിയിലേക്കോ അപ്പത്തിലേക്കോ പുട്ടിലേക്കോ ഏതിലേക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബിരിയാണി ആണ് കേട്ടോ വെക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഇന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. മട്ടൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മട്ടൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിലേ ചെയ്യുന്നുള്ളൂ, ഒരു 3/4 കിലോഗ്രാം മട്ടനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ മട്ടൻ്റെ വേവും മൂപ്പനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ RKG കൂടിയാണ് എടുക്കുന്നത്. ബിരിയാണിയിലേക്ക് എപ്പോഴും മിൽമ നെയ്യിനേക്കാളും കൂടുതൽ RKGയിലാണ് കേട്ടോ ആ ഒരു ബിരിയാണിയുടെ ഒരു മണം കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചോറിലേക്ക് പൊരിച്ചിടാനുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചോറിന് നല്ലൊരു മുകളിലുള്ള ചോറിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ട് ഇതൊന്ന് ഉള്ളിലേക്ക് കോരി ഇടാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഓയിലുണ്ടല്ലോ അത് മാറ്റി വെക്കാം കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ ചോറിൽ ദമ്മിടുന്ന സമയത്ത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ചോറിന് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരുള്ളൂ. ആ ഒരു ഉള്ളിയുടെ ഫ്ലേവർ മൊത്തം ഈ ഒരു ഓയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞത് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് സവാള വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്.
ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതാ ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇപ്പോഴേക്കും മട്ടനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മട്ടനും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം മൂപ്പുള്ള മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ചതച്ചെടുത്തതും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളിക്കാൻ ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വേണ്ടി വരില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ മട്ടനിൽ ആദ്യം ചേർത്ത് കൊടുത്തത് കാരണം പിന്നെ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി മസാല പൊടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, ജാതിക്ക, ജാതിപത്രി, തക്കോലം ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മസാല പൊടിച്ചത് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മട്ടൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വഴറ്റിയെടുത്തിട്ടുള്ള സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചൂടില്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാവും കേട്ടോ കൂടുതൽ നല്ലത്. നമ്മൾ ചിക്കനൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് മസാലയൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ചൂടുണ്ടായതുകൊണ്ട് പിന്നെ ബീഫോ മട്ടനൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചൂടുണ്ടായതുകൊണ്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. കാരണം കുക്കറിൽ നമ്മൾ കനലിൽ അടുപ്പിൽ ചെമ്പിലാവുമ്പോൾ കനലിൽ വേവിക്കുകയാണ് ചെയ്യുക. കുക്കറിലാവുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി അടിയിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മട്ടൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഞാനെന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളമാണ് കേട്ടോ. ഇതിൽ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചോറിലേക്ക് കയറിയിട്ട് ചോറിന് ടേസ്റ്റ് കൂടുന്നുള്ളൂ. അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത്രയും വെള്ളം വെച്ച് കൊടുക്കണം നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇത് ഇത്രയും വെള്ളം വെച്ച് കൊടുത്താലും വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം കുക്കറിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഞാൻ ഇത്രയും ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ മസാല അവിടെ സെറ്റായി. ഇനിയിപ്പോൾ ചോറ് നമ്മൾ വേവിച്ചെടുക്കുകയാണ്, തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ റൈസ് വെന്ത് വരുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജോക്കറാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. 3/4 കിലോഗ്രാം അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 80% ഒക്കെ വേവായാൽ മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് വെന്ത് വരണ്ട, എന്നാൽ അത്യാവശ്യം വേവും വേണം. ജോക്കർ അരിയാണെന്നുണ്ടെങ്കിൽ അധികം വെന്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ചോറിന് കുറച്ചും കൂടി ഒരു നല്ല മയം കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കോരിയിട്ടാൽ എല്ലാ ചോറും പൊട്ടിയൊന്നും പോവാതെ നല്ല റെഡിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മസാലയുടെ മുകളിൽ ഇതുപോലെ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു മസാലയിലുള്ള ഫ്ലേവറും ഒരു ഗ്രേവിയും എല്ലാം കയറി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇലക്ക് ഒരു 3-4 ഹോള് ഇതുപോലെ ഇല ഒരു 4 ഭാഗത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മസാലയുടെ മുകളിലേക്ക് അങ്ങനെ റൈസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ മലപ്പുറത്ത് തന്നെ തിരൂരൊക്കെ ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലിലാണ് ബിരിയാണി ഉണ്ടാക്കുക. നമ്മുടെ ഈ ഒരു നിലമ്പൂർ ഭാഗത്തേക്ക് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മസാലയുടെ മുകളിൽ ഒരു തുണിയോ ഇതുപോലെ ഒരു വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടെ പൊടിച്ചെടുത്തതും കൂടെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെയറിൽ ഇപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി അടുത്ത ഒരു ഭാഗം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മസാലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു നെയ്യും ഓയിലും കൂടി ചേർന്നിട്ടുള്ളതുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കുക്കറിൽ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം, ദം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കും, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അതുപോലെ കുക്കറിൽ ആവി നിൽക്കുന്നതിനനുസരിച്ചിട്ടും
അതുപോലെ നമ്മൾ റൈസിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു ടൈമിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ എടുക്കുന്ന റൈസിനനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന അതിൻ്റെ ആ ഒരു ലെവലിൽ വേണം കേട്ടോ നമ്മൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ ആവി കംപ്ലീറ്റ് കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വെയിറ്റ് ഒന്ന് കുറച്ച് പൊന്തിച്ച് നോക്കിയാൽ ആവി അതിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നന്നായിട്ട് കയറി വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ തീ പറ്റ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കുക്കർ തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി, അടിപൊളി ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു അടിയിലുള്ള റൈസും കൂടെ ആ ഒരു മസാലയ്ക്ക് കയറി വന്നത് കണ്ടിട്ടില്ലേ, നമ്മൾ ഇലക്ക് ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൂടെ അതിൻ്റെ ഒരു മസാലയൊക്കെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പുന്ന സമയത്ത് രണ്ടും കൂടെ കൂട്ടിയിട്ട് വിളമ്പാം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൈസ് ഒരു പ്ലേറ്റിലും മസാല ഒരു പ്ലേറ്റിലും അങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ മസാലയിലും ഇതാ വെള്ളമൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. വെള്ളം കൂടുതലായിട്ടുമില്ല എന്ന് കുറവായിട്ടുമില്ല, അടിയിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു മസാല ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും വിളമ്പാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വിളമ്പാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.